ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞോനിപ്പഴം എന്നൊരു ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ ഇവിടെ സർവ്വസാധാരണമായി കാണുന്നില്ല, എന്നാൽ ചില വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഞോനിപ്പഴം ആയുർവേദങ്ങളിൽ സർവ്വരോഗ സംഹാരി എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് നേരിട്ട് ആരും അങ്ങനെ കഴിക്കാറില്ലെന്നാണ് അറിവ്. ജ്യൂസ് അടിച്ച് അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട്സുകൾ ചേർത്ത് ജ്യൂസ് അടിച്ചാണ് കഴിക്കുന്നത്. ഒറ്റയ്ക്കും ജ്യൂസ് അടിച്ച് കഴിക്കാറില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. കുറേ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിദേശത്തൊക്കെ നല്ല ഇതാണെന്ന് പറയുന്നു. പക്ഷേ ഇത് രണ്ട് തരത്തിൽ ഇതിനെ ജ്യൂസ് ആക്കി എടുക്കാറുണ്ട്. ഒന്ന്, ഇതിനെ ഗ്ലാസ് ജാറിലിട്ട് 10-20 ദിവസം വെച്ച് ഇത് ഉണങ്ങി ജ്യൂസായി മാറാറുണ്ട്. അല്ലാതെ ഇത് ഡയറക്റ്റ് ജ്യൂസ് അടിക്കാറുണ്ട്. വേറെ ഫ്രൂട്ട്സുകൾ ചേർത്ത് ജ്യൂസ് അടിക്കാറുണ്ടെന്നും പറയുന്നു. സർവ്വരോഗ സംഹാരി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വയ്യ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ പേരാണ് ഞോനി പഴം. ഞോനി